ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണിരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് തമിഴ്നാട് യെസ്, കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സ്റ്റഡി അബ്രോഡ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തിലാണ്. അത് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നിന്ന് ഡാറ്റകളൊക്കെ ഈ അടുത്ത് വന്ന ഡാറ്റകളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കുറവും വന്നിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് വിദേശ രാജ്യത്തിലേക്ക് പഠിക്കാൻ ചെല്ലാനായിട്ട് നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് 1-to-1 കൺസൾട്ടേഷൻസിൽ പല ഏജൻസി ത്രൂ പോകുന്ന ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ആ ഒരു കോഴ്സ് നല്ലതാണോ, ഈ ഒരു കോഴ്സ് ഏജൻസി സജസ്റ്റ് ചെയ്തു, ഈ ഒരു കോഴ്സ് എടുത്താൽ ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന അനേകം സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഏജൻസികൾ പറയുന്നത് നമ്മൾ അങ്ങനെ പാടെ വിഴുങ്ങുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിസേർച്ചിൻ്റെ ആവശ്യമുണ്ട്. ഏജൻസി തരുന്ന അവരുടെ റിസർച്ച് മെറ്റീരിയൽ ആവരുത് നിങ്ങളുടെ ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് ഇൻഫോർമേറ്റീവ് ചാനലുകൾ കൊച്ചു സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാം. സ്വാഗതം. യെസ് ഗൈസ്, നമ്മൾ ഓരോ ദിവസം ഓരോ കോഴ്സുകൾ, ഓരോ രാജ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ പഠിച്ച് തിരിച്ചു വരാതെ അവിടെ നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള കോഴ്സുകളായിരിക്കണം നമ്മളുടെ ഇനിയുള്ള ഉദ്ദേശങ്ങൾ. സോ അങ്ങനെ ഓരോ കോഴ്സുകളായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോ, വളരെ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ്, ഒരു 3 ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ ഫോർ AI ഡിഗ്രീസ് റൈസ് 50% ഇൻ UK. അതായത് ഈ ഒരു UK ഇന്ന് കോഴ്സ് AI ഡിഗ്രീസ് ആൻഡ് ലൊക്കേഷൻ ഇല്ലെങ്കിൽ സ്റ്റഡി ഡെസ്റ്റിനേഷൻ വന്നിട്ട് UK. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK സ്റ്റഡിക്ക് ഇനിയും വരണോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയില്ല. എന്നാൽ ഇവിടെ വരേണ്ട ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, ഇപ്പോഴത്തെ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് കോഴ്സുകളും പ്ലാൻ ചെയ്തു വരുന്നവർക്കും UK വരുന്നതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. അതല്ല ചുമ്മാ ഒരു ഏജൻസി പറയുന്ന ഒരു MBA, ഒരു പ്രൊജക്ട് മാനേജ്മെന്റ്, ഒരു പബ്ലിക് ഹെൽത്ത് എന്നുമുള്ള കോഴ്സുകൾ, ഈ ചപ്പ കോഴ്സുകൾ, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത കോഴ്സുകൾ, ബാക്ക്ഗ്രൗണ്ട് നിങ്ങളിപ്പോൾ നാട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓക്കെ ഇവിടെ MBA എടുത്ത് വരുന്നത് പോലെ ഒരു ഫ്രഷറെ കൊണ്ടുവന്നിട്ട് ഇവിടെ MBA എടുപ്പിച്ച് അവനെ ജോലി കിട്ടുക എന്നുള്ളത് ഇപ്പോഴത്തെ സാലറി ത്രെഷോൾഡ് വെച്ചിട്ട് പോസിബിൾ അല്ല. അങ്ങനെ ഒരു ഏജൻസി നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അങ്ങനെ ചോദിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ വേറെ കൊണ്ടല്ല, സിറ്റുവേഷൻ മനസ്സിലാക്കുക, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇത് നിങ്ങളൊരു ഏജൻസിയുടെ ചോദിക്കേണ്ട, ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് UKയുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ ചെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കാവുന്നതാണ്. കാരണം പ്രതിവർഷം ഏതൊക്കെ മേഖലയിൽ ജോബുകൾ കൊടുത്തു, ഏതൊക്കെ മേഖലയിൽ ജോബുകൾ കൊടുത്തില്ല, കഴിഞ്ഞ വർഷം എത്ര കൊടുത്തു, ഈ വർഷം എത്ര കൊടുത്തു എന്നുള്ള കണക്കുകളൊക്കെ അവിടെ കാണും. അതൊക്കെ പരിശോധിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. സോ ഇന്നത്തെ ടോപ്പിക് AI ഡിഗ്രീസ് ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് എനിക്കൊന്ന് ജനുവരിയിൽ ക്രിസ്റ്റാമർ ഗവൺമെന്റ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടുവെന്ന് എനിക്ക് അറിഞ്ഞൂടാ. UK AI ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്രിസ്റ്റാമർ ഗവൺമെന്റ്, അത് ലേബർ ഗവൺമെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. AI ഓപ്പർച്യൂണിറ്റീസ് ആക്ഷൻ പ്ലാൻ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. യെസ്, ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ പറഞ്ഞ നമ്മുടെ AI ഇൻഡസ്ട്രി UKയിൽ ബൂമാകുന്നു. ഇല്ലെങ്കിൽ AI ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് UKയിലേക്കുള്ള സ്റ്റുഡൻസിന്റെ AI റിലേറ്റഡ് കോഴ്സിന് അപ്ലിക്കേഷൻ വർധനവ് തീർച്ചയായിട്ടും അത് പക്ക അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആവശ്യമായ കോഴ്സുകൾക്ക് ആളുകൾ അപ്ലിക്കേഷൻ എടുത്തു തുടങ്ങി എന്നുള്ളതിൽ പോസിറ്റീവ് സൈനാണ്. ഓക്കെ, ഇപ്പോൾ AI പഠിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര പേരുണ്ട്? താഴത്തെ കമന്റ്, AI പഠിച്ച് കോഴ്സ് കഴിഞ്ഞവർ എത്ര പേരുണ്ട്? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങൾക്ക് ജോലികൾ ലഭിച്ചോ? ജോലികൾ ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? താഴത്തൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. വരും ദിവസം നമ്മൾ കുറേ സ്ട്രീമിംഗ് പരിപാടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അതിനകത്ത് നമ്മളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും നാട്ടുകാരോട് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞാൻ ഒരുക്കി തരുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ, ഷെയർ ചെയ്തോ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും. സോ ഒരുപാട് ഇൻഫർമേഷൻസ് അതിന് കിട്ടും. അപ്പോൾ AI ഇൻഡസ്ട്രീസ് UKയിൽ ഭൂമി, അതിന് ഉത്തമ ഉദാഹരണമാണ് ഗവൺമെന്റ് മേഖലകളിലേക്ക്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ക്രിസ്റ്റാമർ ഗവൺമെന്റ് ഇല്ലീഗൽ മൈഗ്രേഷനിലേക്ക് ഒരു AI സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് അസൈലം ഡിസിഷൻസ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി AIക്ക് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ടേഴ്സിലേക്കും AI പഠിച്ച ഓപ്പർച്യൂണിറ്റീസ്
ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ വരുന്നല്ല, പഠിച്ചു കഴിഞ്ഞ് പതിയെ 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 ഓരോ ഇൻഡസ്ട്രീസിലേക്ക് അത് വന്നു തുടങ്ങും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. സോ ഇത് കണക്കുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നു. 15% AI ഡിഗ്രീസിന് UK എന്താണ് അപ്ലിക്കേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഗവൺമെന്റും വളരെ വിസിബിൾ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് AI ഇൻഡസ്ട്രി പല മേഖലയിലും അവർ യൂസ് ചെയ്യുന്ന ഒരു കാര്യം. എനിവേ ഗൈസ്, ഈ ഒരു 5 ഇയേഴ്സിനകത്ത് തീർച്ചയായിട്ടും AI ഇൻഡസ്ട്രി ബൂമാവും. പക്ഷെ AI ഇൻഡസ്ട്രി ബൂമാവുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ, നാടോടുമ്പോൾ നടുവേ ഓടിയില്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോബുകൾ നമ്മുടെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. യെസ്, അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പഠിച്ചവർക്ക് ജോലികൾ വരുന്ന സമയങ്ങളിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. AI ഇൻഡസ്ട്രി, AI റിലേറ്റഡ് ജോബുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ദിനം പ്രതി 1000 ആപ്പുകളാണ് AI പുറത്തു കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ അത് പലരും യൂസ് ചെയ്യുന്നുണ്ട്. പലരും പുതിയ ആപ്പ് ലോഞ്ച് ചെയ്ത് മില്യണർ ആവുന്നുണ്ട്. സോ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ്. ഇനി വരുമ്പോൾ UK AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് വരെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് കാണുന്ന ഗൂഗിൾ ഡോക്കിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. AI റിലേറ്റഡ് കോഴ്സുകളും അതിന്റെ മാത്രം അഡ്മിഷൻസ് നമ്മൾ ചെയ്യും. അത് മാത്രമല്ല, ഇതുപോലെ നമ്മൾ വളരെ ലിമിറ്റഡ് കോഴ്സുകൾക്ക് UK മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. ബൈ. അടുത്ത കോഴ്സുമായിട്ട് അടുത്ത യൂണിവേഴ്സിറ്റി ആയിട്ട് വരാം.